അയ്യോ ഹേ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് ഗാലറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വീഡിയോ കേട്ടോ. ഇടുക്കി എനിക്കിപ്പോൾ ഒരു സെക്കൻഡ് ഹോം പോലെയാണ്. കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് തൊട്ട് ഇടുക്കിക്ക് പോകാൻ തുടങ്ങിയതാ. അതുകൊണ്ട് ഇപ്പോൾ എന്നാ പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ ഇടുക്കിയിലെത്തും. ഇതിപ്പോൾ ഒരു കല്യാണം പ്രമാണിച്ച് പോയതാട്ടോ. അപ്പോൾ ഇടുക്കിയിൽ വരുമ്പോഴല്ലേ ഇടുക്കി കറങ്ങാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ സ്ഥലം ഞാൻ മാത്രമേ കാണാത്തുള്ളൂ. ഇവർ മൂന്നുപേരും പണ്ടേ കണ്ട് തഴമ്പിച്ച സ്ഥലം കേട്ടോ. ആ കാറ്റിൻ്റെ സൗണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും അധികം കാറ്റ് വീശുന്ന സ്ഥലമാട്ടോ ഇത്. മണിക്കൂറിൽ ശരാശരി 32.5 കിലോമീറ്റർ സ്പീഡിലാട്ടോ ഇവിടെ കാറ്റ് വീശുന്നത്. ഈ സ്ഥലം എങ്ങനെ രാമക്കൽമേട് ആയതെന്നറിയാവോ? പണ്ട് ത്രേതായുഗ കാലത്ത് സീതയെ അന്വേഷിച്ച് ശ്രീരാമൻ ശ്രീലങ്കയിലേക്കുള്ള യാത്രാമധ്യേ ഈ മേടിൽ ഇറങ്ങിയെന്നാണ് ഐതിഹ്യം. ശ്രീരാമന്റെ പാദം പതിഞ്ഞതുകൊണ്ടാട്ടോ ഈ സ്ഥലത്തിന് അതുകൊണ്ട് രാമക്കൽമേട് എന്ന് പേര് വന്നത്. ഇടുക്കിയുടെ ചരിത്രം പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് കുറുവനും കുറുത്തി. 37 അടി ഉയരമുള്ള ഈ പ്രതിമ രാമക്കൽമേടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പണി കഴിപ്പിച്ചേക്കുന്നത്. മല കയറാൻ ഇച്ചിരി പാടാം. ഇതിന്റെ ഈ അള്ളിന്റെ ഇടയ്ക്കൂടെ കുറച്ച് പേടിച്ചെങ്കിലും ഞങ്ങൾ അവസാനം അതിൻ്റെ ടോപ്പിൽ തന്നെ എത്തിട്ടോ. എന്നാ ഒരു കാറ്റാന്നറിയാവോ, നമ്മളെയും കൂടെ പറത്തിക്കൊണ്ട് പോകുന്ന ടൈപ്പുള്ള കാറ്റാ. ഈ താഴോട്ട് നോക്കി കാണുന്ന മുഴുവൻ തമിഴ്നാട് കേട്ടോ. അവിടുത്തെ കൃഷികളും കാര്യങ്ങളും കേട്ടോ ആ കാണുന്നത്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമിന്റെ കേരളത്തിന്റെ 2ാമത്തെ സ്ഥലം കേട്ടോ ഇത്. ഇത്രയും കാറ്റുള്ള സ്ഥലത്ത് ഈ ഷർട്ടും മുണ്ടും കൊടുത്ത് എന്തിനു വന്നു എന്ന് ചോദിക്കുന്നവർക്കായിട്ട് ഫസ്റ്റിലേ പറഞ്ഞില്ലേ ഞങ്ങളൊരു കല്യാണം പ്രമാണിച്ച് വന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ളൊരു ട്രിപ്പ് നമ്മുടെ പ്ലാനിലേ ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, മുണ്ടെങ്കിൽ മുണ്ട് നമുക്ക് പോയേക്കാന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ പോര് ചെയ്ത് പോക്കറ്റുണ്ടോ? നീ ഇടയ്ക്ക് മേടിച്ച പോലെ. അങ്ങനെ അപ്പം അതിനൊരു തീരുമാനമായി. മല കയറാനുണ്ടായിരുന്ന അത്ര ആവേശമൊന്നും മല ഇറങ്ങാൻ നേരത്തുണ്ടായിരുന്നില്ല കേട്ടോ. വന്നപ്പോ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇറങ്ങാനാ പാട്. അവിടെ ചിലപ്പോ ഒരു ഇത് കാണുവേ, ഓടിപ്പോയി ചാടല്ല. കല്ലൊക്കെ നോക്കണേ, കല്ല് ചിലപ്പോ തലപ്പോ കുഴിക്കേ. ഓ, നമ്മളിതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ ഞാൻ പൊക്കോണ്ടിരുന്നത്. സലീം കുമാർ പറയുന്ന പോലെ ഇതൊക്കെ എന്ത്, എന്നാ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ട്രെക്കിംഗ് ഒക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം കേട്ടോ നമ്മുടെ ഇടുക്കിയിലെ ഈ രാമക്കൽമേട്. ഇങ്ങനെ ഫോണിൽ മാത്രം കണ്ട് ഒതുങ്ങി കൂടരുത് കേട്ടോ. ഇവിടെ വന്ന് ഈ സ്ഥലത്തിന്റെ ഭംഗി ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.